വെൽക്കം മൈ ചാനൽ. നമുക്കിന്നൊരു ജാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കിയാലോ? ജാമ്പയ്ക്ക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിനി ജാമ്പയ്ക്ക പറിച്ച് കഴുകി എടുക്കാം. ജാമ്പയ്ക്ക പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചീഞ്ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ഇഷ്ടമല്ലാത്തവർ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. മൺചട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ മാറണം. അതിലേക്ക് കരിവേപ്പില, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ആവശ്യത്തിന്. ഈ മുളകിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ മാറണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിൽ വിനീഗർ ഒഴിക്കുന്നില്ല. ഞാൻ അങ്ങനെ അച്ചാറിൽ വിനീഗർ ഒഴിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് ജാമ്പയ്ക്ക തട്ടിക്കൊടുക്കാം. ജാമ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും മുളക് പിടിക്കണം. അതിൻ്റെ ജാമ്പയ്ക്ക നല്ലപോലെ മിക്സ് ചെയ്യണം. ചാമ്പയ്ക്ക അച്ചാർ നമ്മൾ ഇന്നുണ്ടാക്കിയ നാളെയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ
മുളകും എല്ലാം കായപ്പൊടി എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഈ ജാമ്പയ്ക്കയിൽ വെള്ളമുണ്ട്. നമുക്ക് ഇതിനെ ഒരു മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. നമുക്കിനി മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഫ്ലെയിം ആയിക്കഴിഞ്ഞു. നമ്മളിപ്പം ജാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജാമ്പയ്ക്ക അച്ചാർ റെഡി.